ബാ നമുക്കൊന്ന് ജുഹു ബീച്ച് വരെ പോയിട്ട് വരാം. വെറുതെ റൂമിൽ സിനിമയും കണ്ടുകൊണ്ടിരുന്ന എന്നെ ഓരോന്ന് പറഞ്ഞു മോഹിപ്പിച്ച് കോലിട്ടിളക്കി കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, ഇവരുടെ കൂടിയാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. ഏത് ഗുളികയും കയറി നേരത്താണാവോ എനിക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത് എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. എൻ്റെ ദൈവമേ, സകലമാന വെയിലും പൊടിയും ട്രാഫിക്കും ബ്ലോക്കും എല്ലാം താണ്ടി എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ജുഹു ബീച്ചിൻ്റെ അടുത്തായിട്ടാണല്ലോ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ വീട് വരുന്നത്. എല്ലാ സൺഡേസിലും പുള്ളി ഈവനിങ് നമ്മുടെ ആരാധകരെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരാറുണ്ട് എന്നൊരു ന്യൂസ് ഞാൻ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. സോ കേട്ട പതി കേൾക്കാത്ത പതി ഞാൻ അവിടെ ചെന്നിട്ടൊന്ന് എത്തി നോക്കി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സകലമാന ജനങ്ങളും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഓട്ടോ മാമൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എല്ലാ സൺഡേസിലും പുള്ളി ഇറങ്ങി വരാറുണ്ട്. ഒരു 5:30 6 മണിയൊക്കെ ആകുമ്പോഴേക്കും പുള്ളി ഇറങ്ങി വരും എന്നൊരു ന്യൂസാണ് ഞാൻ അറിഞ്ഞത്. സോ കറക്റ്റ് ടൈമിങ്ങിലാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 5:05 മിനിറ്റ് ഉള്ളപ്പോൾ ഇവർ വെയിറ്റ് ചെയ്യണ കൂട്ടത്തിൽ ഞാനും അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എങ്ങാനും ഇനി ബിരിയാണി കിട്ടിയാലോ, ഒന്ന് കാണാനായിട്ട് പറ്റിയാലോ. എനിക്കറിയാം എന്തിനാണ് ഞാൻ അത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അയാളെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുന്നത്. അയാൾ ദൈവമൊന്നുമല്ലല്ലോ. ഇതേ കാഴ്ചപ്പാടുള്ള കുറേ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിനകത്ത് ഒരാളാണ് ഞാൻ എന്നും പറയാം, അല്ലെന്നും പറയാം. പിന്നെ ചെറുപ്പം തൊട്ടേ നമ്മൾ ഈ ഹിന്ദി സിനിമകളിലൊക്കെ കാണുമ്പോൾ കേൾക്കുന്ന കുറച്ച് പേരുകളാണല്ലോ അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നുള്ള പേരുകളൊക്കെ. എന്തായാലും ഇത്രയും ദൂരം ജുഹു ബീച്ച് കാണാൻ വേണ്ടി വന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു ന്യൂസ് ഓർമ്മയിൽ വന്നത്. എന്നാൽ പിന്നെ ഇതും കൂടിയും കണ്ടേക്കാം. കറക്റ്റ് ടൈമിലാണെങ്കിലും നമ്മളിവിടെ എത്തിയല്ലോ. ഇതൊക്കെ ഒരു നിമിത്തമാണ് കുട്ടികളെ, നിമിത്തം. സോ പുള്ളിക്ക് എന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നിമിത്തം പോലെ ഈ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ നമ്മളിവിടെ എത്തിയത്. പിന്നെ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന എല്ലാ ഫാൻസിന് വേണ്ടിയിട്ട് മിനറൽ വാട്ടർ കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും തലകറങ്ങി വീണാലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇതിവിടെ ഡെയിലിയുള്ള പ്രോസസ്സാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയത്തില്ല. ഞാൻ അവിടെ വന്നപ്പോൾ മിനറൽ വാട്ടർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആളുകളൊക്കെ അത് കുടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണോ ഇത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും എനിക്കറിയത്തില്ല. എന്തായാലും സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വരും എന്ന പ്രതീക്ഷയിൽ എല്ലാവരും ഇവിടെ കാത്തുകെട്ടിയിരിക്കുന്നു. ആ ഒരു കൂട്ടത്തിലും ഞാനും കാത്തിരിക്കുകയാണ് ആ ഒരു മാസ് എൻട്രിക്ക് വേണ്ടിയിട്ട്. എല്ലാവരും അമിതാഭ് ബച്ചൻ്റെ മാസ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത് ആ ഒരു വീടിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് എത്ര നോക്കിയിട്ടങ്ങ് മനസ്സിലാവുന്നില്ല. ഇതെന്താ എങ്ങനെ ഇത് കെട്ടിപ്പൊക്കി എടുത്തേക്കുന്നതെന്നോ എന്താ, നമുക്ക് പുറമേ നോക്കുമ്പോൾ ആ ഒരു ഓരോരോ വീടിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഇത് മാത്രം എനിക്ക് അങ്ങ് കിട്ടുന്നുണ്ടായില്ല. ഇതൊക്കെ ആലോചിച്ച് ഞാൻ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയത്തില്ല. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അമിതാഭ് ബച്ചൻ്റെ ആ ഒരു മാസ് എൻട്രി. ആരാധകരെ, ശാന്തരാഘവിൻ, എല്ലാവർക്കും അദ്ദേഹം ടാറ്റ തരും. അങ്ങനെ ഒടുവിൽ സിനിമകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടതിൽ വളരെയധികം സന്തോഷം. അതുമാത്രമല്ല എന്നെ കാണാൻ സാധിച്ചതിലും പുള്ളിക്കും വളരെയധികം സന്തോഷം. അത് ആ ഫേസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. എല്ലാ സൺഡേസിലും ഒരു 5 മിനിറ്റത്തേക്ക് പുള്ളി ആരാധകരെ കാണാൻ വേണ്ടി ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരും. ഷൂട്ടിംഗ് ഉള്ള സമയത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ എല്ലാ സൺഡേസിലും വരാറുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ 5 മിനിറ്റത്തെ ദർശനം കഴിഞ്ഞിട്ട് എല്ലാവരും ഗയ. നീണ്ട 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു 5 മിനിറ്റത്തേക്കുള്ള ആ ഒരു ദർശനം കഴിഞ്ഞിട്ട് എല്ലാവരും പിന്നീട് അങ്ങോട്ടേക്ക് ഛന്ന ഭിന്നമായി തിരിഞ്ഞു. ഇനി നമ്മളെന്തായാലും ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു തീർക്കാം. നേരെ ജുഹു ബീച്ചിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഒരുപറ്റ ആൾക്കാർ നമ്മളെ പൊതിയാൻ വേണ്ടി വന്നു. കാര്യം വേറൊന്നുമല്ല, അവിടെ കുറേ സ്പീഡ് ബോട്ട് അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് പെർ ഹെഡ് 300 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര കിലോമീറ്റർ പോകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് 2 കിലോമീറ്ററിന് 2 കിലോമീറ്റർ പെർ ഹെഡ് 300 രൂപ. എൻ്റെ പട്ടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് വേറൊരു പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പെർ ഹെഡ് 100 രൂപ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്തത്. സോ നമുക്ക് വന്നതല്ലേ, എന്തായാലും ചെയ്തേക്കാം എന്ന രീതിയിൽ ഞാൻ യെസ് പറഞ്ഞു. യെസ് പറയാനായിട്ട് ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എനിക്ക് ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു. എന്നാൽ ഇത് ഇട്ടോ, അതിനകത്തേക്ക് പേയ്മെൻറ്റ് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് ആ QR കോഡ് എടുത്തു തന്നു. ആ കാണുന്നതാണ് നമ്മുടെ ബോട്ട്, അതിനകത്ത് കയറി ഇരുന്നോളാനും പറഞ്ഞു. എൻ്റെ പൊന്നോ, 2 കിലോമീറ്റർ എന്നുള്ളത് 2 മിനിറ്റ് പോലും എടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഷടേന്ന് പോയിട്ട് ഷടേന്ന് വന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ബീച്ചിൻ്റെ മേളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. കുറേ വെള്ളമൊക്കെ കണ്ണിൽ പോയി കണ്ണ് നീറിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. കുറേ വെള്ളമൊക്കെ ഞാൻ കുടിക്കുകയും ചെയ്ത് മേളിലേക്ക് കയറുന്നപ്പോഴേക്കും ഒരുപറ്റ ആൾക്കാർ വീണ്ടും വന്നു മസാജ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. സജിങ് മാത്രമല്ല, മെഹന്തി അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ നമ്മൾ വന്ന് അപ്രോച്ച് ചെയ്യും. എല്ലാത്തിനും ഞാൻ നെഹി എന്ന് തന്നെ പറഞ്ഞ് എല്ലാത്തിനും ഓടിച്ചു. പിന്നെ എനിക്ക് എടുത്ത് പറയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, കുറച്ചെങ്കിലും വൃത്തിയോടുകൂടി ഒരു ബീച്ച് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജുഹു ബീച്ച് എന്ന് തന്നെ പറയേണ്ടതുള്ളൂ കേട്ടോ. കാരണം ബാക്കി സകലമാന ബീച്ചുകളും ഭയങ്കര വൃത്തികേടായിട്ട് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഇറങ്ങാൻ അറയ്ക്കൂന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ്. അങ്ങനെ ജുഹു ബീച്ചും കണ്ടു. അപ്രതീക്ഷിതമായിട്ട് അമിതാഭ് ബച്ചനെയും കാണാൻ പറ്റി. അങ്ങനെ ആകെ മൊത്തം ഇന്ന് കുറച്ച് സന്തോഷത്തിലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.